ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ രാവാണ് കേട്ടോ. പെരുന്നാൾ രാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പെരുന്നാളിൻ്റെ അന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാധനവും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളിൻ്റെ ഒരുക്കമൊക്കെ തന്നെയാണ്. ക്ലീനിങ് കാര്യങ്ങളൊന്നും ഞാൻ വല്ലാണ്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വീട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റൂം അലങ്കോലമായി കിടക്കുകയാണ്. കാരണം നേരെ പെട്ടിക്കെട്ടൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നമ്മൾ ബിരിയാണിക്ക് വേണ്ടതും അല്ലെങ്കിൽ പായസത്തിന് വേണ്ട ഐറ്റംസുകളും അങ്ങനെ വേണ്ട സാധനങ്ങൾ മാത്രം പെരുന്നാളിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പോരാ കേട്ടോ. അപ്പോൾ ഇത് പോകുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള സഫാരി മാളിൽ നിന്നാണ് വാങ്ങണം അൽക്കോറിയിൽ നിന്ന്. അപ്പോൾ ഒരു അത്യാവശ്യം ഇപ്പോൾ അതിൻ്റെ പാമ്പേഴ്സ് വാങ്ങാനുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അരി, ചിക്കൻ, പിന്നെ ബീഫ് ഫ്രൈ ഓൾറെഡി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഐറ്റംസുള്ള സാധനങ്ങളൊക്കെ കേട്ടോ വാങ്ങിയത്. അപ്പോൾ പിന്നെ പെരുന്നാളിനും ഈ പറഞ്ഞ പോലെ പ്രവാസികൾ പൊതുവെ ഉറക്കമാണ്. കഴിഞ്ഞ പെരുന്നാൾ ഫുള്ള് തന്നെയായിരുന്നു. ഈ പെരുന്നാൾ പിന്നെയും കുറച്ച് ഉഷാറായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് കാലത്താണ് കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് ഈ കാലത്ത് ഞങ്ങൾ പള്ളിക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ. അപ്പോൾ പള്ളിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ചെറുതായിട്ടൊരു തലയിരിഞ്ഞ് പോയി. അതെന്താണെന്ന് എനിക്ക് കൊടുത്താൽ കിട്ടണില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുപോലത്തെ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് എന്നും പറഞ്ഞ പോലെ തന്നെ FQ ടിൻഡു ചേച്ചിയാണ്. അടിപൊളിയായിട്ട് ഞാൻ കൊടുത്ത മോഡലിൽ കൊടുത്ത പോലെ തന്നെ ചെയ്തു തന്നു. അതിന് ഏറ്റവും വലിയൊരു നമ്മളൊരു ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമുക്ക് കൊടുത്ത സ്റ്റൈലിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടാൻ നിസ്സാര കാര്യമല്ല. അപ്പോൾ അതേ 5:30 നിസ്കാരം. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അബ്ദുവിനും അനുക്കും സീനും അപ്പുറത്ത് കൊണ്ടുപോയി. ഞങ്ങൾ ലേഡീസിൻ്റെ സൈഡിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കാരക്കുപ്പായിട്ടിട്ടാണ് നിസ്കരിച്ചത്. പിന്നെ നമ്മളെ പെരുന്നാളിൻ്റെ ഒരു വേഷം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നേ ഞാൻ വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കണം, പിന്നെന്താ പറയുക, ഫുഡ് ഉണ്ടാക്കണം, പരിപാടികളൊക്കെ പോകണം, അത്രേ ഉള്ളൂ. ഒരു 3 ദിവസത്തെ ഒരു ഹോളിഡേയ്സ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തെന്ന് കാണാം. അതുപോലെ ഫദർ ഡാൻസും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇതായിരിക്കും വരുന്നത്. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട്. സീനിന് ഒട്ടും കിട്ടാനില്ല. സീനിന് തീരെ ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ ഞാൻ കാല് പിടിച്ച് നിർത്തിയെടുപ്പിക്കുന്നതാണ്. പോസ് ചെയ്യാൻ പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നന്നായിട്ട് പോസ് ചെയ്ത് നിൽക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കിട്ടണം എടുക്കാനായിട്ട്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാനാണ് കൂടുതലും നിൽക്കാറ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടുകളും തൊട്ടടുത്ത അൽക്കോറിൻ്റെ കോർണിഷിൽ പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് റീൽസ് എടുത്തു. അതുപോലെ കുറച്ച് ഫോട്ടോസുകൾ എടുത്തു. ഇതൊക്കെ എടുത്തപ്പോൾ അബ്ദുവിൻ്റെ സെപ്പറേറ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വന്ന വഴിക്ക് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്തിൽ ബീഫിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്നാക്സ് പോലെ കഴിക്കാനായിട്ട്. അപ്പോൾ അതും കഴിച്ചു. പിന്നെ കാറിക്കകത്ത് ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ഫതുവാക്ക് ദേഷ്യം വന്നു. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഫതു എല്ലാണ്ടാവും. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇടങ്ങേറെടുക്കണം അത് ഇതൊക്കെ പറയണം. പെരുന്നാളല്ലേ ക്ഷമിക്കുന്നൊക്കെ പറയണ്. ഫതുവിൽ നിന്നപ്പോൾ നല്ലൊരു വ്യൂ ആയപ്പോൾ എനിക്ക് പറഞ്ഞ് എടാ സീനു അവളുടെ ഫോട്ടോ കൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് സീനുവിന് ദേഷ്യം വരും. കാരണം ഇഷ്ടമല്ല അവനെ ഫോട്ടോ എടുക്കണത്. അങ്ങനെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോഴേ നമ്മൾ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ആപ്പിയുടെ വക പെരുന്നാൾപ്പടി 2 പേർക്കും കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്കും കിട്ടി. എന്നാലും അത് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. പക്ഷേ ഇതൊരു സംഭവം ഭയങ്കര സംഭവമാണ്. നാട്ടിൽ തന്നെയാണ് അതിൻ്റെ സ്പെഷ്യൽ. പെരുന്നാൾപ്പടി കിട്ടുന്ന നിസ്സാര കാര്യമല്ല. അതെല്ലാവരെയും ഇങ്ങനെ നടന്ന് വാങ്ങുമായിരുന്നു ഞാനൊക്കെ എൻ്റെ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അതുൻ്റെ ഷർട്ട് വാപ്പിച്ച് വാങ്ങി തന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഷർട്ട് വാപ്പിച്ച് വാങ്ങി തന്നാണ്. പിന്നെ ആ നേരത്തെ ഞാൻ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല തേച്ചിട്ട് വെച്ച് കുറച്ച് നേരം വെച്ചു. പിന്നെ പകൽ നമ്മൾ വെളുപ്പിന് ഈ പറഞ്ഞ പോലെ നാട്ടിലത്തെ പോലെ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും വേഗം ടൈം ആവില്ല. ഈ പറഞ്ഞ പോലെ 5:30 നിസ്കാരം നമ്മളെല്ലാം കഴിഞ്ഞ് 6:30 ആകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ആ നേരം ഞാൻ പായസമാക്കി ചിക്കൻ മസാല തേച്ച് വെച്ചു. പിന്നെ ചായക്കടിക്ക് വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ നെയ്പ്പത്തലും ചായയും കുടിച്ചാലും കൊണ്ട് ഒരു എന്താ പറയുക, ഒരു വിശപ്പൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്നതിൽ ഈ എള്ളുണ്ട അതൊക്കെ ഉള്ളാരം കൊണ്ട് തട്ടിമുട്ടി അങ്ങനെ പോയി. പിന്നെ അതേ ഉച്ചയായപ്പോഴേക്കും ബിരിയാണി ആക്കി, പിന്നെ പായസമാക്കി, പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ കച്ചമ്പർ എല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞേ വീട് അലങ്കോലായി കിടക്കുകയാണ്. മീൻസ് നമ്മൾ മാറുന്ന നേരം കൊണ്ട് വല്ലാണ്ട് ഒന്നും എടുത്ത് പിടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നത് അത് ചൂടാക്കിയെടുത്തു.
പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കിയ ബീഫാണ് ബീഫ് ഫ്രൈ ആണ് കേട്ടോ. പിന്നെ കച്ചമ്പർ ഉണ്ടാക്കി, അച്ചാർ ഞാൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു, ഞാൻ ഇതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പപ്പടം പൊരിച്ചു, പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി റെഡിയാണ്. ഞാൻ മലബാരി ചിക്കൻ ആണ് ഉദ്ദേശിച്ചത്, അങ്ങനെ ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്കത് പെർഫെക്ഷനായിട്ട് തോന്നിയില്ല. ടേസ്റ്റിനല്ല, ഒരു എന്നാലും ആ മലബാറിയുടെ ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളെല്ലാം കൂടി കൂട്ടി കഴിച്ചു. കുറച്ച് റെസ്റ്റ് എടുത്തു, കാരണം വന്ന പാടെ എല്ലാവരും കിടന്ന് നല്ലോണം ഉറങ്ങി. അതിന് ശേഷമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്. ഞാനെന്താ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് എന്താക്കിയത്, ഭക്ഷണം. എല്ലാവരും കിടന്നുറങ്ങി, എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കും സിനുവിനും അനിക്കാക്കും പിള്ളേർക്കൊക്കെ ക്ഷീണം. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയ നേരത്തെ എന്താക്കി, എന്നിട്ടാണ് നമ്മൾ ഫുഡാക്കിയത്. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാൾ പോകാൻ പറ്റാണ്ടായത് മെയിനായിട്ട് ക്ഷീണമായിരുന്നു. അപ്പോൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചവരെയും കിടന്നുറങ്ങിയാലും കൊണ്ട് ആ ക്ഷീണം അവിടെ മാറിക്കിട്ടി. എല്ലാവരും നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഉണ്ടായിരുന്നു, ചക്ക ചൊളാക്കിയതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്കര ഒരു ഇത് എന്താ പറയുക അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചൊളാക്കി ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചു. പിന്നെ ചക്ക അങ്ങനെ കഴിച്ചു, നല്ല മധുരമുള്ള ചക്കയായിരുന്നു. പിന്നെ അതേ പായസം കുടിച്ച് പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തു. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ളത് കുറച്ച് വലിച്ചു നീട്ടിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നാൽ ബൈ ബൈ.